കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിൽ ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ട അമ്മയ്ക്കും മകനും കണ്ണീരോടെ വിടചൊല്ലി നാട്. പയ്യാനിത്തോട് മണപ്പാട്ട് ജോണിയുടെ ഭാര്യ റെജീന, മകൻ ജോസഫൈൻ എന്നിവരാണ് അപകടത്തിൽ മരണപ്പെട്ടത്. ഓഗസ്റ്റ് 1 പുലർച്ചെയായിരുന്നു അപകടം സംഭവിച്ചത്. ഒരു മാസം മുമ്പ് ഈരാറ്റുപേട്ടയിൽ വെച്ചുണ്ടായ ബൈക്ക് അപകടത്തിൽ കാലിനെ പരിക്കേറ്റ് വീട്ടിൽ വിശ്രമത്തിൽ കഴിയുന്നതിനിടെയാണ് ജോസഫ് ദുരന്തത്തിൽപ്പെട്ടത്. അമ്മ റെജീനയും വീട്ടിലുണ്ടായിരുന്നു. അപകട സമയത്ത് ജോണി അടുത്ത വീട്ടിലായിരുന്നതിനാൽ രക്ഷപ്പെട്ടു. അപകട സമയത്ത് മക്കളായ ജോമിറ്റും സോമിറ്റും വീട്ടിലില്ലായിരുന്നു. കനത്ത മഴയിൽ മലയിടിഞ്ഞു വന്ന മണ്ണും പാറക്കൂട്ടങ്ങളും പതിച്ച് ജോണിയുടെ വീട് പൂർണ്ണമായും ഒലിച്ചു പോവുകയായിരുന്നു. ചൂണ്ടച്ചേരി എഞ്ചിനീയറിംഗ് കോളേജ് ക്യാന്റീൻ ജീവനക്കാരനാണ് മരിച്ച ജോസഫ് ജോണി. വിവരമറിഞ്ഞ് ഫയർഫോഴ്സ്, റവന്യൂ, പോലീസ് അധികൃതർ സ്ഥലത്തെത്തി ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചെങ്കിലും രണ്ടുപേരുടെയും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിൽ മരിച്ച റെജീന, ജോസഫ് എന്നിവരുടെ ഭൗതിക ശരീരം ഓഗസ്റ്റ് 2 ഞായറാഴ്ച രാവിലെ 11:30 പയ്യാനിത്തോട്ടം ഹോളി സ്പിരിറ്റ് സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചതിനു ശേഷം ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ സെന്റ് അൽഫോൻസ പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. പാലാ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട്, വൈദികർ, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങി വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കിയത്. പ്രദേശത്ത് ആദ്യമായാണ് ഇത്തരമൊരു ശക്തമായ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ദുരന്ത സ്ഥലത്തു നിന്ന് കാണാതായവർക്കും ഒലിച്ചുപോയ വിലപിടിപ്പുള്ള വസ്തുക്കൾക്കായും അധികൃതരുടെയും NDRFന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ഊർജിതമായ തിരച്ചിലും രക്ഷാപ്രവർത്തനങ്ങളും നടന്നു. നാടിനൊന്നാകെ കണ്ണീരിലഴുത്തിയ ദുരന്തത്തിന്റെ ആഘാതത്തിലാണ് പൂഞ്ഞാറിലെ മലയോര മേഖല.